ഹായ്, നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് CA ഇൻ്റർമീഡിയറ്റിൻ്റെ ഡയറക്റ്റ് ടാക്സിൻ്റെ RTPയിലെ MCQൻ്റെ സൊല്യൂഷൻസ് ആണ്. നമ്മൾ എല്ലാ അറ്റംപ്റ്റിനും ഇത് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ അറ്റംപ്റ്റിലും സെപ്റ്റംബർ 25 ഏതാണ് സെപ്റ്റംബർ 25 എക്സാമിൻ്റെ RTP ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ടാക്സിൻ്റെ ആണ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കുറച്ച് ഏർലി ആയിരിക്കും എല്ലാവരും, പക്ഷേ എന്തായാലും RTP ചെയ്തിട്ടേ നിങ്ങൾ പോകാവൂ. അപ്പോൾ RTPയുടെ സൊല്യൂഷൻസ് ആണ്, അതിൽ MCQൻ്റെ സൊല്യൂഷൻസ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. കാരണം MCQ അല്ലാത്തതിൻ്റെ സൊല്യൂഷൻ എന്തായാലും RTPയിൽ ഉണ്ടാവും, പക്ഷേ MCQയുടെ സൊല്യൂഷൻ ഫൈനൽ ആൻസർ മാത്രമേ ഉണ്ടാവുള്ളൂ, ഓപ്ഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എങ്ങനെയായിരിക്കും ആ സൊല്യൂഷൻസ്, എങ്ങനെയാണ് സൊല്യൂഷൻ അറൈവ് ആയതെന്ന് ചിലപ്പോൾ ചില കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കാം. അപ്പോൾ അവർക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, RTP സ്വന്തമായിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. RTP ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഹൈ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ് എപ്പോഴും ഇൻസ്റ്റിറ്റ്യൂട്ട് RTPയിലൂടെ തരാറുള്ളത്. അപ്പോൾ നമുക്ക് നമ്മളെ ഒന്ന് അസസ് ചെയ്യാൻ പറ്റും, സെൽഫ് ഇവാലുവേഷൻ നടത്താൻ പറ്റും RTP ചെയ്യുന്നതിലൂടെ. അപ്പോൾ അത് തെറ്റിയാലും പേടിക്കൊന്നും വേണ്ട. RTP ഫസ്റ്റ് ടൈം ആൻസർ ചെയ്യുക, അത് കറക്റ്റായിട്ട് വരിക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു ഭാഗ്യവും അല്ലെങ്കിൽ വളരെ അപൂർവം സംഭവിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ ലേൺ ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് RTP സൊല്യൂഷൻ ചെയ്യുന്നതിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഒരിക്കലും ഡൗൺ ആവരുത്, അയ്യോ എനിക്കിതൊന്നും ചെയ്യാൻ കിട്ടുന്നില്ലല്ലോ എന്ന് വേണ്ട. ബട്ട് RTPs ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ അത് തെറ്റിക്കോട്ടെ, തെറ്റിക്കഴിഞ്ഞാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും ട്രൈ ചെയ്യുക. ആ പ്രൊവിഷൻ പോയി ബുക്കിൽ നോക്കിയിട്ട് വീണ്ടും ചെയ്യാൻ നോക്കുക. എന്തെങ്കിലും ഡൗട്ട് വീണ്ടും ക്ലിയർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോസ് എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. അപ്പോൾ ആദ്യം നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കിയതിന് ശേഷം വീഡിയോ കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നുണ്ടാവുക, ക്വസ്റ്റ്യൻസ് മൊത്തം ഒന്നും വായിക്കുന്നുണ്ടാവില്ല. ഡയറക്റ്റ്ലി എന്താണ് ക്വസ്റ്റ്യൻ്റെ റിക്വയർമെൻറ്റ് നോക്കും, അതിനാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ആദ്യം കേസ് സിനാരിയോ ഒന്ന് ഒരു റഫ് റീഡിങ് നടത്തുക നിങ്ങൾ, എന്നതിന് ശേഷം ക്വസ്റ്റ്യൻസ് എടുക്കുക. ക്വസ്റ്റ്യൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രം കേസ് സിനാരിയോ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കഴിവും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, വളർത്തിയെടുക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് കിടക്കുകയാണ്. ഫസ്റ്റ് എബൌട്ട് ദിസ് RTP ഏത് അറ്റംപ്റ്റിലാണ്, സെപ്റ്റംബർ 2025 എക്സാമിനുള്ളതാണ്. CA ഇൻ്ററിൻ്റെ ഡയറക്റ്റ് ടാക്സിൻ്റെ MCQ സൊല്യൂഷൻസ് ആണ് നമ്മളിവിടെ നോക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. തുടക്കത്തിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ പറയും. അപ്പോൾ ഞാനൊന്ന് നോട്ടാക്കിയിട്ടുണ്ട്. ഫൈനാൻസ് ആക്ട് മാറ്റമൊന്നുമില്ല, കഴിഞ്ഞ എക്സാമിന് എഴുതി അതേ ഫൈനാൻസ് ആക്ട് തന്നെയാണ് ഇവിടെയും 2024. ദെൻ നോട്ടിഫിക്കേഷൻ സർക്കുലർ അപ് ടു 28 Feb 2025 വരെയുള്ളതാണ് ഈ ഒരു എക്സാമിന് ആപ്ലിക്കബിൾ ആവുന്നത്. അസസ്മെൻറ്റ് ഇയർ 2025-26 തന്നെയാണ്. മെയ് അറ്റംപ്റ്റിൽ എന്താണോ അത് തന്നെയാണ്. അസസ്മെൻറ്റ് ഇയർ ഒന്നും മാറ്റമില്ല, സെയിം അസസ്മെൻറ്റ് ഇയർ തന്നെയാണ് സെപ്റ്റംബർ 25 എക്സാമിനും ഉണ്ടാവുക. സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾ നോക്കേണ്ടത് ഒക്ടോബർ 2024 എഡിഷൻ ആണ്. ഓക്കെ, അതിൻ്റെ ബേസിസിലാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ സെപ്റ്റംബർ 25 എക്സാമിനുള്ള സ്റ്റഡി മെറ്റീരിയൽ എഡിഷൻ എന്ന് പറയുന്നത് ഏതാണ്, ഒക്ടോബർ 2024 എഡിഷൻ ആണ്. അപ്പോൾ നിങ്ങൾ ഓൾഡ് മെറ്റീരിയൽ ആണ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതൊന്ന് മാറ്റുക എന്നുള്ളതാണ്. ദെൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സാധാരണ വലിയ തോതിൽ അമെൻമെൻറ്റ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ അറ്റംപ്റ്റിന് വേണ്ടിയിട്ട് ഒരു സ്റ്റാറ്റ്യൂട്ടറി അപ്ഡേഷൻ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇഷ്യൂ ചെയ്യാറുണ്ട്. ഈ എക്സാമിന് വേണ്ടിയിട്ട് അങ്ങനെ ഇഷ്യൂ ചെയ്തിട്ടില്ല അല്ലേ. നോ സ്റ്റാറ്റ്യൂട്ടറി അപ്ഡേറ്റ്സ് ഇഷ്യൂഡ് എന്നാണ് പറഞ്ഞത്. നോ സ്റ്റാറ്റ്യൂട്ടറി അപ്ഡേറ്റ്സ് ഇഷ്യൂഡ് ഫോർ സെപ്റ്റംബർ 25 എക്സാമിനേഷൻ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആകെ ചെയ്യേണ്ടത് ടെക്സ്റ്റ് പ്ലസ് RTPയിലുള്ള ക്വസ്റ്റ്യൻസ് എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ സെപ്പറേറ്റ് സ്റ്റാറ്റ്യൂട്ടറി അപ്ഡേറ്റ്സ് എന്തിനു വേണ്ടി ഇഷ്യൂ ചെയ്തിട്ടില്ല, സെപ്റ്റംബർ 25 എക്സാമിന് വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്തിട്ടില്ല. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് കിടക്കുവാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കേസ് സിനാരിയോ ഞാൻ വായിക്കുന്നില്ല, ഇതാണ് നമ്മുടെ കേസ് സിനാരിയോ നിങ്ങൾ വായിക്കുക. എന്നിട്ട് ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ, ഹൗ മച്ച് എമൗണ്ട് വുഡ് ബി ടാക്സബിൾ ഇൻ റെസ്പെക്ട് ഓഫ് ഇൻകം ഏൺഡ് ബൈ മിസ്റ്റർ മനീഷ് ഫോർ ലെറ്റ് ഔട്ട് ഓഫ് റെസിഡൻഷ്യൽ ആൻഡ് കൊമേഴ്ഷ്യൽ യൂണിറ്റ് അണ്ടർ വിച്ച് ഹെഡ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഏതാണ്, ഹെഡ് ഏതാണെന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ്റെ ഒരു റിക്വയർമെൻറ്റ് ഏത് ഹെഡിലാണ് ഇതിൻ്റെ ടാക്സബിലിറ്റി. രണ്ടാമത്തത് എത്രയാണ്, ഹൗ മച്ച് എമൗണ്ട് വുഡ് ബി ടാക്സബിൾ, ആ ഹെഡിൽ ഏത് ഹെഡാണോ അതിൽ എത്രയാണ് ഇതിൻ്റെ ടാക്സബിലിറ്റി, ഇൻകം എത്രയാണ് എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഒന്ന്, ഏത് ഹെഡിലാണ് ടാക്സബിലിറ്റി വരുന്നത്, 5 ഹെഡ് ഉണ്ടല്ലോ അല്ലെ, അതിൽ ഏത് ഹെഡിലാണ് ഇത് ടാക്സ് ചെയ്യുക. 2, എത്രയാണ് ഇതിൻ്റെ ടാക്സബിൾ ഇൻകം, ആ ഹെഡിൽ എത്രയാണ് ഇതിൻ്റെ ടാക്സബിൾ ഇൻകം. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ റിക്വയർമെൻറ്റ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ്റെ റിക്വയർമെൻറ്റ് വായിച്ചു. അപ്പോൾ നമുക്കിനി എന്ത് നോക്കാം, കേസ് സിനാരിയോ നോക്കാം. അപ്പോൾ കേസ് സിനാരിയോയിൽ ഈ ഒരു ഭാഗമാണ് ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യന് വേണ്ട ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ്. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചിട്ട് വേണം ഇതിൻ്റെ ആൻസർ ചെയ്യാൻ എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് പറയുന്നുണ്ട്, ഹി ഈസ് എ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ. മെയിൻ ബിസിനസ് എന്ന് പറയുന്നത് എന്താണ്, കൺസ്ട്രക്ഷൻ
ഡെവലപ്മെന്റ്, സെയിൽ ഓഫ് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടീസ് അല്ലേ, സെയിൽ ഓഫ് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി കൺസ്ട്രക്ട് ചെയ്യുന്നു, ഡെവലപ്മെന്റ് ചെയ്യുന്നു, സെയിൽ ചെയ്യുന്നു. എന്തിന്റെ? റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി. ഈസ് എ കൺസ്ട്രക്ടർ, ഈ എ ബിൽഡർ അല്ലേ. ഇതിന്റെ ബിസിനസ് എന്ന് പറയുന്നത് അയാളുടെ ഒരു ബിൽഡർ ആണ്. അയാൾ എന്ത് ചെയ്യുന്നു? ആഷിയാന ഹെവൻ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ്, അയാളുടെ ഒരു പ്രൊജക്റ്റ് ആണ് ആഷിയാന ഹെവൻ. ആ ഇതിൽ അയാൾ എന്ത് ചെയ്യുന്നു? റെസിഡൻഷ്യലും കൊമേഴ്ഷ്യലുമായിട്ടുള്ള എന്താണ് ബിൽഡ് ചെയ്യുന്നു. ഡെവലപ്ഡ് എ പ്രോജക്റ്റ്, നെയിം എന്താണ്? ആഷിയാന ഹെവൻ. റെസിഡൻഷ്യൽ യൂണിറ്റ്സും ഉണ്ട്, കൊമേഴ്ഷ്യൽ യൂണിറ്റ്സും അതിലുണ്ട്. അതിലെ മെജോറിറ്റിയും അയാൾ സെയിലും ചെയ്തു. അതിലെ മെജോറിറ്റി യൂണിറ്റ്സും അയാൾ സെയിൽ ചെയ്തു. എന്നാൽ റെസിഡൻഷ്യൽ 15 റെസിഡൻഷ്യൽ യൂണിറ്റും 10 കൊമേഴ്ഷ്യൽ യൂണിറ്റും അയാൾക്ക് സെയിൽ ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഇതെന്താണ്? അയാളുടെ സ്റ്റോക്ക് ഇൻ ട്രേഡിൽ കിടക്കുവാണ് അല്ലേ. അയാളുടെ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് കിടക്കുവാണ്, സ്റ്റോക്ക് ആയിട്ട് കിടക്കുകയാണ് അല്ലേ. ഇപ്പം ഇയാളുടെ സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്താണ്? ബിൽഡിങ്സാ അല്ലേ. ബിൽഡിങ്ങിൽ ഓരോ യൂണിറ്റ്സ് ആണ് ഇയാളുടെ സ്റ്റോക്ക്. കാരണം ഇയാളുടെ ബിസിനസ് എന്താ? ബിൽഡിംഗ് വിൽക്കുക എന്നുള്ളതാണ്. അയാൾ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് വിൽക്കുക എന്നുള്ളതാണ്. ഈ ഡെവലപ്പറാണ്. അപ്പോൾ ഇത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഡെവലപ്പ് ചെയ്തതിൽ കുറച്ച് കാര്യങ്ങൾ, കുറേ കാര്യങ്ങൾ, മേജർ ഐറ്റംസ്, മേജർ യൂണിറ്റ്സ് അയാൾ വിറ്റിട്ടുണ്ട്. റെസിഡൻഷ്യൽ യൂണിറ്റും വിറ്റിട്ടുണ്ട്, കൊമേഴ്ഷ്യൽ യൂണിറ്റ്സും വിറ്റിട്ടുണ്ട്. ഇനി എന്താ ഉള്ളത്? കുറച്ചെണ്ണം വിൽക്കാതെ കിടപ്പുണ്ട്. അത് അയാളുടെ സ്റ്റോക്കിൽ കിടക്കുക അല്ലേ. എന്ത് ബിസിനസ് പോലെയും വിൽക്കാത്ത സംഭവങ്ങൾ എന്തായിരിക്കും? സ്റ്റോക്ക് ആയിരിക്കും. അപ്പോൾ സ്റ്റോക്കിൽ കിടക്കുക. അപ്പോൾ ഈ സ്റ്റോക്കിൽ എത്രയുണ്ട്? 15 റെസിഡൻഷ്യൽ യൂണിറ്റ് ഉണ്ട്. എന്തുണ്ട്? 15 റെസിഡൻഷ്യൽ യൂണിറ്റും 10 കൊമേഴ്ഷ്യൽ യൂണിറ്റ്സും വിൽക്കാതെ കിടക്കുന്നുണ്ട്. അത് അയാൾ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് വെച്ചിരിക്കുക. അപ്പോൾ ഇത് അവിടെ ഐഡിയലായിട്ട് കിടക്കുമല്ലേ. അപ്പോൾ അയാൾ എന്ത് ചെയ്തു? ഇതിലെ യൂണിറ്റ്സുകൾ അയാൾ ലെറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൊത്തം എത്ര യൂണിറ്റ് ആണ്? 15 റെസിഡൻഷ്യൽ യൂണിറ്റ്, 10 കൊമേഴ്ഷ്യൽ യൂണിറ്റ്സ്. ഇതിൽ നിന്നും ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? 10 റെസിഡൻഷ്യൽ യൂണിറ്റും 5 കൊമേഴ്ഷ്യൽ യൂണിറ്റും ലെറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ള പ്രശ്നം, ഇയാളുടെ മെയിൻ ബിസിനസ് എന്താ? കൺസ്ട്രക്ഷനാണ്. ലെറ്റ് ഔട്ട് എന്ന് പറയുമ്പോൾ ബിൽഡിങ്ങിന്റെ ലെറ്റ് ഔട്ടാ അല്ലേ. നമ്മളപ്പോൾ HP യുടെ ചാർജബിലിറ്റി നോക്കണം. HP യുടെ ചാർജബിലിറ്റി എന്താ? ബിൽഡിങ്ങും ലാൻഡ് അല്ലേ, അതിനോട് ചേർന്ന് നിൽക്കുന്ന ലാൻഡും. ബിൽഡിംഗ് ഉണ്ടായിരിക്കണം. ബിൽഡിങ്ങിൽ നിന്നും കിട്ടുന്ന വരുമാനം ഏത് ഹെഡിലാണ് ടാക്സ് ചെയ്യുക? ഹൗസ് പ്രോപ്പർട്ടിയിലാണ്. എക്സെപ്ഷൻ എന്തൊക്കെയാ? ഒന്ന്, സ്വന്തം ബിസിനസ്സിന് ഉപയോഗിക്കുന്ന ബിൽഡിംഗ് ആവരുത് എന്ന് പറയുന്നുണ്ട് അല്ലെ. സ്വന്തം ബിസിനസ്സിന് ഉപയോഗിക്കുന്ന പറഞ്ഞാൽ സ്വന്തം ബിസിനസ്സിൽ അസറ്റായ എന്നർത്ഥം. ഇപ്പം നമ്മളൊരു ബിൽഡിങ് എൻ്റെ ഓഫീസ് സ്പേസിന് ഉപയോഗിക്കുന്നു, അവിടെ പ്രശ്നമുണ്ടോ? ഇല്ല. പക്ഷെ ഇവിടെ സ്റ്റോക്ക് ആകുമ്പോൾ അത് ബിസിനസ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന ബിൽഡിംഗ് ആണോ? അല്ല. ഇവിടെ സ്റ്റോക്കാ, അസറ്റ് അല്ല. അതുകൊണ്ട് എക്സെപ്ഷനിൽ വരുമോ? ഇല്ല, എക്സെപ്ഷനിൽ വരൂല. രണ്ടാമത്തെ എക്സെപ്ഷൻ എന്താ? ഇഫ് ദെയർ ബിസിനസ് ഈസ് ലെറ്റിംഗ് ഔട്ട് ഓഫ് ബിസിനസ്, കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടീസിന്റെ ലെറ്റ് ഔട്ട് ആണ് അവരുടെ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യൂല? അതും ഈ ഹെഡിലല്ല, PGBPയിലാണ് ടാക്സ് ചെയ്യുക. ഈ രണ്ട് എക്സെപ്ഷനും ഇവിടെ കവർ ആണോ? അല്ല. കാരണം ഇയാളുടെ ബിസിനസ് ലെറ്റിംഗ് ഔട്ട് അല്ല. ഇയാളുടെ ബിസിനസ് എന്താ? കൺസ്ട്രക്ഷനാ. ഇയാൾ ബിൽഡറാ. അപ്പോൾ എന്ത് ചെയ്യണം? ഇയാളുടെ ഏത് ഹെഡിലായിരിക്കും ഇയാൾക്ക് കിട്ടുന്ന റെന്റൽ ഇൻകം ടാക്സ് ചെയ്യുന്നത്? ഹൗസ് പ്രോപ്പർട്ടിയാണ്. ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് റിക്വയർമെന്റ് എന്താ? ഏത് ഹെഡാണ് എന്നുള്ളതാണ്. അപ്പോൾ ഏത് ഹെഡാണ്? ഹൗസ് പ്രോപ്പർട്ടി. ഏത് ഹെഡാ? ഹൗസ് പ്രോപ്പർട്ടി. ഹൗസ് പ്രോപ്പർട്ടി. എന്തുകൊണ്ടാണ്? ഹൗസ് പ്രോപ്പർട്ടി ചാർജബിലിറ്റിയിൽ പ്രത്യേകം പറയുന്നുണ്ട്, ബിൽഡിങ്ങിൽ നിന്നും കിട്ടുന്ന വരുമാനം ഏത് ഹെഡിലാണ്? ഹൗസ് പ്രോപ്പർട്ടിയിലാണ്. എക്സെപ്ഷൻസ് ഇവിടെ കവേർഡ് അല്ല. അതുകൊണ്ട് ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഹെഡാണ്. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇനി രണ്ടാമത്തത് എന്താണ്? ഇയാൾക്ക് 15 യൂണിറ്റ് 10 യൂണിറ്റ് വേക്കൻ്റ് ആണെങ്കിലും നമ്മൾ അതിന് ടാക്സബിലിറ്റി ആനുവൽ വാല്യൂ കാണണം. നോർമൽ കേസിൽ ഇവിടെ അത് ആപ്ലിക്കബിൾ ആവോ? അപ്പോൾ 15 യൂണിറ്റിൻ്റെയും ആനുവൽ വാല്യൂ ഞാൻ കാണണോ? അതോ 10 യൂണിറ്റിൻ്റെയും 15 റെസിഡൻഷ്യൽ യൂണിറ്റ് ആയ 15 യൂണിറ്റും കൊമേഴ്ഷ്യൽ യൂണിറ്റ് ആയ 10 യൂണിറ്റും ഇത് രണ്ടിൻ്റെ, അപ്പോൾ മൊത്തം 25 യൂണിറ്റിൻ്റെയും ആനുവൽ വാല്യൂവും ആക്ച്വൽ റെൻറ്റും എല്ലാം കമ്പയർ ചെയ്തിട്ടാണോ ഞാൻ കാണേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷനാണ് രണ്ടാമത് വരിക. അപ്പോൾ അവിടെ മനസ്സിലോട്ട് വരേണ്ട പ്രൊവിഷൻ ഏതാ? ആ ഒരു സമയത്ത് അല്ലേ ഒരു ഇമ്പോർട്ടൻ്റ് പ്രൊവിഷൻ ഉണ്ട്. എന്താ ഇമ്പോർട്ടൻ്റ് പ്രൊവിഷൻ? എന്താ? annual value of the property held as stock in trade up to 2 years from the end of the financial year in which certificate of completion certificate is obtained will be nil. അല്ലേ, ഈ പ്രൊവിഷൻ നമ്മുടെ മനസ്സിലോട്ട് വരണം അല്ലേ. ഇത് ബിൽഡേഴ്സിന് റിലാക്സേഷൻ കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു പ്രൊവിഷനാണ്. ഇത് നേരത്തെ ഇല്ലാത്ത പ്രൊവിഷനാണ്, പിന്നെ കൊണ്ടുവന്ന ഒരു പ്രൊവിഷൻ. എന്തുകൊണ്ടാണ്? നമ്മുടെ ഡിമോണിറ്റൈസേഷൻ ആ ഒരു സമയത്തൊക്കെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്ത ഒരു ഏരിയ ആണ് ശരിക്കും ഇത് ബിൽഡേഴ്സ്. അപ്പോൾ അവരെന്ത് ചെയ്യാണ്? സാധനം വിറ്റു പോയിട്ടുമില്ല, എന്നിട്ട് അതിൻ്റെ ടാക്സും കൊടുക്കണം അല്ലേ.
സാധനം വിറ്റ് പോയിട്ടില്ല, അത് സ്റ്റോക്കിൽ കിടക്കുക, എന്നിട്ട് ഞങ്ങൾ അതിൻ്റെ മുകളിൽ ആനുവൽ വാല്യൂവിൻ്റെ ടാക്സും കൊടുക്കണം. കറക്റ്റ് ആണോ? അല്ല. അപ്പൊ അവരെല്ലാരും കൂടെ പോയിട്ട് വാങ്ങിച്ചു വന്ന് കൊണ്ടുവന്ന പ്രൊവിഷനാ. ഈ പ്രൊവിഷൻ എന്താ പറയുന്നത്? ഡേയ് ഒരു കാര്യം ചെയ്യുക, നീ എന്നാണോ സർട്ടിഫിക്കറ്റും കംപ്ലീഷൻ കിട്ടുന്ന ആ വർഷത്തിന്റെ എൻഡിൽ നിന്നും 2 വർഷം നീ എന്തും തരണ്ട, നീ ടാക്സ് ചെയ്യണ്ട. നീ ലെറ്റ് ഔട്ട് ചെയ്ത അപ്പോൾ ഫുൾ എമൗണ്ട് എല്ലാ യൂണിറ്റിനും അങ്ങനെയാണോ? ഡേ ഒരുമാതിരി എന്ത് ചെയ്യരുത്, വൃത്തിയേട് കാണിക്കരുത്. നിനക്ക് റെന്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതിന് നീ എന്ത് ചെയ്യണം? ടാക്സ് കൊടുക്കണം. വേക്കൻ്റ് ആയിട്ട് കിടക്കുന്ന കാര്യത്തിന് 2 വർഷം വരെ നില്ല് മതി അല്ലേ? വേക്കൻ്റ് ആയിട്ട് കിടക്കുന്ന യൂണിറ്റ്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ടാക്സ് കൊടുക്കണ്ട, അതിന് ആനുവൽ വാല്യൂ 2 ഇയേഴ്സ് നില്ലായിരിക്കും. ലെറ്റ് ഔട്ട് ചെയ്താലോ അതൊരുമാതിരി അല്ലേ, തമാടിത്തരം അല്ലേ? നിനക്ക് ടാക്സ്, നീ ഇൻകം ഏൺ ചെയ്യുന്നു എന്നിട്ട് ടാക്സ് തരൂല എന്ന് പറയുന്നത് ശരിയല്ല, അതിന് ടാക്സ് കൊടുക്കണം. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് സർട്ടിഫിക്കറ്റ് ഓഫ് കംപ്ലീഷൻ എന്നാ കിട്ടിയേ? എന്നാണ് സർട്ടിഫിക്കറ്റ് ഓഫ് കംപ്ലീഷൻ കിട്ടിയേ? 1/2/2023 അല്ലേ? 01/02/2023 എന്ന്. അപ്പോൾ അതിന്റെ ഫൈനാൻഷ്യൽ ഇയർ എൻഡ് എന്ന് പറയുമ്പോൾ 22-23 പിന്നെ 2 വർഷം കിട്ടും. അപ്പൊ 23-24 24-25 ഈ 2 വർഷങ്ങളിൽ ഈ വേക്കൻ്റ് ആയിട്ട് കിടക്കുന്ന പ്രോപ്പർട്ടീസിന്റെ ആനുവൽ വാല്യൂ എന്തായിരിക്കും? ഇടയിൽ നില്ലായിരിക്കും. കറക്റ്റ് ആണോ? അപ്പോൾ ഇവിടെ 2024-25 അല്ലേ നമ്മുടെ വർഷം അല്ലേ? 2024-25 എമൗണ്ട് അല്ലേ നമ്മൾ ടാക്സ് അല്ലേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്മുടെ അസസ്മെന്റ് ഇയർ 2025-26 അല്ലേ? അപ്പോൾ ഈ വർഷം വേക്കൻ്റ് ആയിട്ട് കിടക്കുന്ന ഇതിന് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതുണ്ടോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യണ്ട? വേക്കൻ്റ് ആയിട്ട് കിടക്കുന്ന പ്രോപ്പർട്ടീസിന് ടാക്സ് കൊടുക്കണ്ട. അപ്പോൾ 15ഉം 10ഉം അല്ല നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, ഈ ലെറ്റ് ഔട്ട് ചെയ്ത യൂണിറ്റുകളായിട്ടുള്ള അല്ലേ, ലെറ്റ് ഔട്ട് ചെയ്ത 10 യൂണിറ്റും 5 യൂണിറ്റും ഉണ്ട്. ഇതിന്റെ ടാക്സബിലിറ്റിയാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ ആൻസർ നമുക്ക് കിട്ടിയ ഏത് ഹെഡാണ്? ഹൗസ് പ്രോപ്പർട്ടി. ഡൗട്ട് ഇല്ലല്ലോ, ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഹെഡിൽ തന്നെയാണ്. രണ്ടാമത് എന്താണ്? നമ്മൾ 15 യൂണിറ്റിനും വേണ്ട 10 യൂണിറ്റിൻ്റെ റെസിഡൻഷ്യൽ ഹൗസിന്റെ കേസിൽ 10 യൂണിറ്റിന് മതി. കാരണം ബാക്കി 5 യൂണിറ്റിന് 2 വർഷം നില്ലായിരിക്കും. അപ്പോൾ ആ 2 വർഷത്തിൽ വരുന്ന വിരീഡ ഇത്. അപ്പോൾ അതിന് നമ്മൾ ടാക്സ് കൊടുക്കണ്ട. രണ്ടാമത്തെ എന്താ? 10 യൂണിറ്റ് ഉണ്ടെങ്കിലും അതിൽ 5 യൂണിറ്റ് ലെറ്റ് ഔട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ 5 ലെറ്റ് ഔട്ട് ചെയ്ത യൂണിറ്റിന്റെ മാത്രം എന്ത് ചെയ്താൽ മതി? ടാക്സ് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് എത്രയാണ് എമൗണ്ട് എന്ന് കണ്ടുപിടിക്കണം. ഇനി ഇപ്പം ഇവിടെ പറയുന്നുണ്ട് എന്താണ്? ഇവിടെ റെന്റ് സ്റ്റാർട്ട് ചെയ്തത് 10 റെസിഡൻഷ്യൽ യൂണിറ്റും അല്ലേ, 10 റെസിഡൻഷ്യൽ യൂണിറ്റ് 5 കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഫ്രം 1 May 2024. ക്വസ്റ്റ്യൻ അടുത്തൊരു ട്രിക്ക് അതാ, ഈ ഡേറ്റ് കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ കാൽക്കുലേഷൻ തെറ്റും. 1 May 2024 മുതലേ എന്ത് ചെയ്യുന്നുള്ളൂ? 1 May 2024 മുതലേ എന്ത് ചെയ്യുന്നുള്ളൂ? ലെറ്റ് ഔട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ 12 മാസം ഉണ്ടോ? ഇല്ല. എത്രയേ ഉള്ളൂ? 11 മന്ത്സേ ഉള്ളൂ. സോ കാൽക്കുലേഷനിൽ അത് കൊണ്ടുവരണം. 11 മന്ത്സേ ഉള്ളൂ. എക്സ്പെക്ടഡ് റെന്റ് കാണുമ്പോഴും ആക്ച്വൽ റെന്റ് കാണുമ്പോഴും കാൽക്കുലേഷനിൽ നമ്മൾ എത്ര എടുക്കാവൂ? 11 മന്ത്സേ എടുക്കാവൂ. ക്ലിയർ ആണോ? 11 മന്ത്സേ എടുക്കാവൂ. ടോട്ടലി 12 മന്ത്സ് എടുക്കരുത്. സോ 1 May 2024 at 15,000 per month and 20,000 from each. അതായത് രണ്ടും തന്നിട്ടുണ്ട്. എന്താണ്? ആക്ച്വൽ റെന്റ് തന്നിട്ടുണ്ട്. റെസിഡൻഷ്യൽ യൂണിറ്റിന് 15 ആണ്, കൊമേഴ്ഷ്യൽ യൂണിറ്റിന് 20 ആണ്. ഇനി എക്സ്പെക്റ്റഡ് റെന്റ് തന്നിട്ടുണ്ട്. എക്സ്പെക്റ്റഡ് റെന്റ് എത്രയാ? റെസിഡൻഷ്യൽ യൂണിറ്റിന് 14 ആണ്, കൊമേഴ്ഷ്യൽ യൂണിറ്റിന് 22,000 ആണ്. എക്സ്പെക്റ്റഡ് റെന്റ് ആക്ച്വൽ റെന്റ് വിച്ച് എവർ ഈസ് ഹയർ ആണ് നമ്മൾ ആനുവൽ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുക. കറക്റ്റ് അല്ലേടാ? കറക്റ്റ് അല്ലേ? ഇവിടെ ലെറ്റ് ഔട്ട് യൂണിറ്റിൽ മാത്രം കണ്ടാൽ മതി. ലെറ്റ് ഔട്ട് യൂണിറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? എക്സ്പെക്റ്റഡ് റെന്റ് ആക്ച്വൽ റെന്റ് വിച്ച് എവർ ഈസ് ഹയർ എടുക്കണം. സോ നമുക്ക് റെസിഡൻഷ്യൽ യൂണിറ്റിന്റെ എടുക്കാം. റെസിഡൻഷ്യൽ യൂണിറ്റിന്റെ എക്സ്പെക്റ്റഡ് റെന്റ് എത്രയാ? 15,000. ആക്ച്വൽ റെന്റ് 15,000ഉം എക്സ്പെക്റ്റഡ് റെന്റ് 14,000 ഏതാ ഹയർ? ആക്ച്വൽ റെന്റ്. അപ്പൊ നമ്മൾ എന്താ എടുക്കുക? ആക്ച്വൽ റെന്റ്. അപ്പൊ എന്ത് വരും? 15,000. കറക്റ്റ് അല്ലേ? 15,000 ഇൻറ്റു എത്ര യൂണിറ്റാ? 10 യൂണിറ്റ്. 10 ഇൻറ്റു എത്ര മന്താ? 11 മന്ത്സ്. എത്രയാ? 16,50,000. ഇപ്പൊ എന്താണ് 15K ഇൻറ്റു 10 യൂണിറ്റ്സ് ഇൻറ്റു 11 മന്ത്സ് എത്ര വരും? 16,50,000. 16,50,000 വരും അല്ലേ? കാണുന്നുണ്ടല്ലോ അല്ലേ? 15K ഇൻറ്റു 10 ഇൻറ്റു 11 16,50,000 വരും. എടേ 30% ഡിഡക്ഷൻ ഇല്ലേ? അല്ലേ? 30% ഡിഡക്ഷൻ ഇല്ലേ? ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ 70% അല്ലേ ടാക്സിബിലിറ്റി വരുള്ളൂ. ഇൻറ്റു 0.7. അപ്പോൾ ഇൻറ്റു 0.7 എത്ര വരും? അപ്പോൾ റെസിഡൻഷ്യൽ യൂണിറ്റിൻ്റെത് എത്ര വരും? 11,55,000. കിട്ടിയോ?
11,55,000. എങ്ങനെയാണ് 15,000? എന്തുകൊണ്ടാണ് 15,000 എടുത്ത്? 15,000, 14,000 വിച്ച് എവർ ഈസ് ഹയർ ആണ് എടുക്കുക. ഇവിടെ ആക്ച്വൽ റെന്റ് എക്സ്പെക്ടഡ് റെന്റിനേക്കാളും കൂടുതലാണ്. അപ്പോൾ നമ്മൾ ആക്ച്വൽ റെന്റ് എടുത്തു. ആക്ച്വൽ റെന്റ് ഇൻറ്റു 10 യൂണിറ്റ്സ് ആണ്. അപ്പോൾ 10 യൂണിറ്റ്സ് എടുത്തു ഇൻറ്റു 11. എന്താ 11? 12 മന്ത്സ് ഇല്ല, ഫസ്റ്റ് മെയ്ക്ക് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. സോ 11 മന്ത്സ് എടുത്തു. ടോട്ടലി 16,15,000 വന്നു. അതിൽ എന്തുണ്ട്? എന്തുണ്ടേ അതിൽ 30% ഡിഡക്ഷൻ കിട്ടൂലേ, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഇല്ലേ, ബാക്കി 70% ആണ്. അപ്പോൾ 11,55,000 ആണ് റെസിഡൻഷ്യൽ യൂണിറ്റിൻ്റെ റെന്റ് ഇൻകം വരുന്നത് 10 യൂണിറ്റിൻ്റെ. ഇനി ഇതേപോലെ നമ്മൾ എന്തും കൂടെ കമ്പ്യൂട്ട് ചെയ്യണം. ഇനി ഇതേപോലെ നമ്മൾ ഒരു കാര്യം കൂടെ കമ്പ്യൂട്ട് ചെയ്യണ്ടേ. എന്താ കമ്പ്യൂട്ട് ചെയ്യണ്ടേ? കൊമേഴ്ഷ്യൽ യൂണിറ്റ്സിൻ്റെ. കൊമേഴ്ഷ്യൽ യൂണിറ്റ്സ് എത്ര ഉണ്ടടാ? കൊമേഴ്ഷ്യൽ യൂണിറ്റ്സ് എത്ര ഉണ്ട്? 5 യൂണിറ്റ്സ് അല്ലേ. കൊമേഴ്ഷ്യൽ യൂണിറ്റ്സ് 5 ആണുള്ളത്. 5 യൂണിറ്റ്സ് ആണ് കൊമേഴ്ഷ്യൽ യൂണിറ്റ്സ് ഉള്ളത്. ഈ 5 അല്ലേ 5 യൂണിറ്റ്സ് ആണ് കൊമേഴ്ഷ്യൽ യൂണിറ്റ്സ് ഉള്ളത്. ഈ 5 നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താണ്? എക്സ്പെക്റ്റഡ് റെന്റ് എത്രയാണ്? 22,000 ഉണ്ട്. ആക്ച്വൽ റെന്റ് 20,000. അപ്പോൾ നമ്മൾ എന്തെടുക്കണം? 22 ആണോ 20 ആണോ വലുത്? 22,000 ആണ്. അപ്പോൾ 22,000 എടുക്കണം. അപ്പോൾ ഇവിടെ 22K ഇൻറ്റു അല്ലേ 22,000 ഇൻറ്റു എത്ര യൂണിറ്റാ? 5 യൂണിറ്റ് 11 മാസം. കറക്റ്റ് അല്ലേ? 22,000 ഇൻറ്റു 5 ഇൻറ്റു 11 എത്ര വരും? 12,10,000. 12,10,000 ഇൻറ്റു എത്ര വരും? 0.7 അല്ലേ. 30% ഡിഡക്ഷൻസ് ഇവിടെ ഇല്ലേടാ. 30% ഡിഡക്ഷൻസ് ഒക്കെ ഇവിടെ ഇല്ലേ, കാണുന്നില്ലേ അല്ലേ. 22,000 ഇൻറ്റു 5 ഇൻറ്റു 11 12,10,000 വരും. ഇൻറ്റു 0.7 വരുമ്പോൾ എത്ര വരും? 8,47,000 സോറി 8,47,000. എഴുത്തൊക്കെ നല്ല രസമായിട്ട് വരുന്നുണ്ട്. 8,47,000. അപ്പോൾ റെസിഡൻഷ്യൽ യൂണിറ്റിൻ്റെ എത്രയാണ്? 11,55,000. കൊമേഴ്ഷ്യൽ യൂണിറ്റിൻ്റെ 8,47,000. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നമുക്ക്? അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ എ 11,55,000 from residential unit and 8,47,000 from commercial unit, both under the head income from house property. Clear ആണോടാ? Clear ആണോ? So രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ റിക്വയർമെന്റ് വാട്ട് വുഡ് ബി യുവർ ആൻസർ ടു MCQ1? സോ MCQ1 റെഫറൻസ് തന്നെയാണ് അല്ലേ. MCQ1 റെഫറൻസ് ആണ്. MCQ1 ഉള്ള ആൻസർ എന്തായിരിക്കും? ഇഫ് ഈസ് നോട്ട് എ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ. അപ്പോൾ MCQ1 പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്? അയാൾ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ, അല്ലെങ്കിൽ കേസ് സിനാരിയോയിൽ പറഞ്ഞിട്ടുണ്ട് അയാൾ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് പകരം അയാളുടേത് ബിസിനസ് ഓഫ് ലെറ്റിംഗ് ഔട്ട് ഓഫ് പ്രോപ്പർട്ടീസ് ആണെങ്കിൽ നിങ്ങളുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ, MCQൻ്റെ ആൻസർ എങ്ങനെ ഡിഫർ ചെയ്യും? അത്രയേ ഉള്ളൂ. ഇയാൾ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറിന് പകരം അയാളുടെ ബിസിനസ് എന്ന് പറയുന്നത് ലെറ്റിംഗ് ഔട്ട് ഓഫ് പ്രോപ്പർട്ടീസ് ആണ് എന്നുണ്ടെങ്കിൽ അയാളുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എങ്ങനെ ഡിഫറെൻ്റ് ആവും? ഇതാണ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ നമ്മൾ വീണ്ടും കേസ് സിനാരിയോ വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തൊക്കെ കൺസിഡർ ചെയ്തോ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കുറച്ച് കൂടുതൽ സമയം എടുത്തിട്ടുണ്ട്. പക്ഷേ രണ്ടാമത്തെ ക്വസ്റ്റ്യന് അതേ ഇൻഫർമേഷൻസ് ആണ്. വീണ്ടും കേസ് സിനാരിയോ വായിക്കേണ്ടത്, നമുക്ക് പ്രൊവിഷൻസ് മാത്രം അറിഞ്ഞാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താ? ഇയാളുടെ ബിസിനസ്സേ ലെറ്റിംഗ് ഔട്ട് ഓഫ് പ്രോപ്പർട്ടീസാ. അപ്പോൾ ഏത് ഹെഡിൽ ടാക്സ് ചെയ്യും എന്നുള്ളതാണ്. പ്രൊവിഷൻ ഓർമ്മയുണ്ടോടാ? പ്രൊവിഷൻ ഓർമ്മയുണ്ടോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ക്വസ്റ്റ്യൻസിൻ്റെ റിക്വയർമെന്റ് എന്താ? ഞാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ ചാർജബിലിറ്റി, ഹൗസ് പ്രോപ്പർട്ടിയിൽ എങ്ങനെയാണ് ചാർജബിലിറ്റി വരിക? ബിൽഡിങ്ങിൻ്റെ റെന്റ്. അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഹൗസ് പ്രോപ്പർട്ടിയിൽ ടാക്സ് ചെയ്തത് അല്ലേ. ബിൽഡിംഗ് റെന്റ് ഈസ് ടാക്സബിൾ അണ്ടർ ഹെഡ് ഹൗസ് പ്രോപ്പർട്ടി, ഒരു സംശയവുമില്ല, അങ്ങനെയാണ്. പക്ഷെ അവിടെ എക്സെപ്ഷൻസ് ഉണ്ട്. എക്സെപ്ഷൻസ് ഏതാ? ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ബിൽഡിംഗ് യൂസ്ഡ് ഫോർ ഓൺ ബിസിനസ്. ഓൺ ബിസിനസ് ഉദ്ദേശിക്കുന്നത് സ്റ്റോക്ക് അല്ലാട്ടാ, അസറ്റ് ആണെങ്കിൽ നമ്മൾ ഓഫീസ് ബിൽഡിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നു, അത് നമ്മൾ വീണ്ടും ആനുവൽ വാല്യൂ കാണേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇവിടെ പക്ഷേ സ്റ്റോക്ക്, അപ്പോൾ അത് ബിൽഡിംഗ് യൂസ്ഡ് ഫോർ ഓൺ ബിസിനസിൻ്റെ അണ്ടറിൽ വരുമോ? ഇല്ല. അവിടെ സ്റ്റോക്ക് ആകുമ്പോൾ അങ്ങനെ വരില്ല. അപ്പോൾ അതല്ല എക്സെപ്ഷൻ്റെ കാര്യം. രണ്ടാമത്തെ നോക്കൂ, കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ഓഫ് എൻ അസസി എൻഗേജ്ഡ് ഇൻ ദ ബിസിനസ് ഓഫ് ലെറ്റിംഗ് ഔട്ട് ഓഫ് പ്രോപ്പർട്ടീസ്. അയാളുടെ ബിസിനസ് ലെറ്റിംഗ് ഔട്ട് ഓഫ് പ്രോപ്പർട്ടിയാ. വേറെ ശ്രദ്ധിക്കേണ്ട എന്താ? ഞാനിവിടെ ബോൾഡ് ചെയ്തിടണ്ട. കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടീസിന് മാത്രമേ ഉള്ളൂ എക്സെപ്ഷൻ. ശ്രദ്ധിച്ചോണം. എല്ലാം എടുത്ത് BGBP കൊണ്ടിടരുത്. കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടീസിന് മാത്രമേ എക്സെപ്ഷൻസ് ഉള്ളൂ. റെസിഡൻഷ്യൽ പ്രോപ്പർട്ടീസ്, ഈവൻ ഇഫ് യുവർ ബിസിനസ് ഈസ് ലെറ്റിംഗ് ഔട്ട് ഓഫ് പ്രോപ്പർട്ടി, യു ആർ ലെറ്റിംഗ് എന്താണ് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ആണ് എന്നുണ്ടെങ്കിൽ അത് ഏത് ഹെഡിൽ തന്നെയാണ് ടാക്സ് ചെയ്യുക? ഹൗസ് പ്രോപ്പർട്ടിയിൽ തന്നെയാണ്. മനസ്സിലാകുന്നുണ്ടോ?
നിങ്ങൾ ലെറ്റ് ഔട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ബിസിനസ് ആണ്, ലെറ്റ് ഔട്ട് ചെയ്യുന്നത് റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ആണെങ്കിൽ ഏത് ഹെഡിൽ തന്നെയാണ്? ടാക്സ് ചെയ്യുക ഹൗസ് പ്രോപ്പർട്ടിയിൽ തന്നെയാണ്. നിങ്ങളുടെ ബിസിനസ് ലെറ്റിംഗ് ഔട്ട് ഓഫ് പ്രോപ്പർട്ടിയാണ്, നിങ്ങളുടെ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടി, ലെറ്റിംഗ് ഔട്ടിന് ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടി കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ആണെങ്കിൽ അത് ടാക്സബിലിറ്റി BGBPയിലാണ്. ഈ പ്രൊവിഷൻ അറിഞ്ഞാൽ ഈ ആൻസർ വളരെ ക്ലിയറാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഫസ്റ്റത്തെ എന്താണ്? റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടിയുടേത് ഹൗസ് പ്രോപ്പർട്ടി തന്നെയാണ്. അതിന്റെ ആൻസർ നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്. എത്രയാ? 11,55,000. ഏതാ ഹെഡ്? ഹൗസ് പ്രോപ്പർട്ടി അല്ലേ? സോ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി നമ്മുടെ എഴുതിയിട്ടുണ്ട്, ഏതാണ്? ഹൗസ് പ്രോപ്പർട്ടി തന്നെയാണ്. കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി BGBPയിലാണ്. BGBPയിൽ ആനുവൽ വാല്യൂ കോൺസെപ്റ്റ് ഒന്നും ഇല്ല. ഉണ്ടോടാ? BGBPയിൽ ആനുവൽ വാല്യൂ കോൺസെപ്റ്റ് വല്ലതും ഉണ്ടോ? ഇല്ല. അവിടെ നമ്മൾ സാധാ ബിസിനസ്സിൽ കിട്ടിയ ഇൻകോ ആണ് നമ്മൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ കിട്ടാനുള്ള ഇൻകോ ആണ് നമ്മൾ അവിടെ ഇൻകോ ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ നോക്കണം. ഫസ്റ്റ് ഇതിൽ ഒന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് പാർട്ടിലോട്ട് പോകണം. ഫസ്റ്റ് പാർട്ടിൽ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇതിൽ എവിടെ. ഓക്കെ, ഇതിലെന്താ പറഞ്ഞത്? ഇതിൽ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയുടെ കേസിൽ റെസിഡൻഷ്യൽ ഹൗസിൽ മാറ്റമൊന്നുമില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യനിലുള്ള അതേ 11,55,000. ഇനി വീണ്ടും കമ്പ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. രണ്ടാമത്തെ പ്രശ്നം എന്താ? ആക്ച്വൽ റെന്റ് 20,000 മറ്റത് 22,000. മറ്റത് 22 പക്ഷെ ഇവിടെ ആനുവൽ എക്സ്പെക്ട് റെന്റുമായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യം, എക്സ്പെക്ട് റെന്റേ ഇല്ല. എക്സ്പെക്ട് റെന്റ് പിന്നെ നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഈ ഒരു ഭാഗം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ആക്ച്വൽ റെന്റ് മാത്രം നോക്കുക. എത്രയാണ്? 20,000 പെർ മന്ത്. അപ്പൊ എന്തായിരിക്കും? 20,000 × 5 × 11 lakhs അല്ലേ? എന്തായിരിക്കും? 11 lakhs ആയിരിക്കും. 11 lakhs ആയിരിക്കും അതിന്റെ ആൻസർ വരുന്നുണ്ടാവുക എന്നുള്ളതാണ് അല്ലേ? അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കാം. നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കാം. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞ? എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? 11,55 ഫ്രം റെസിഡൻഷ്യൽ യൂണിറ്റ് അണ്ടർ ഹെഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി തന്നെയാണ്. 11 lakh ഫ്രം കൊമേഴ്ഷ്യൽ യൂണിറ്റ് അണ്ടർ ഹെഡ് PGBP. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഏതാണ്? ഡി ആണ്. ഓപ്ഷൻ ഡി എങ്ങനെ കിട്ടിയേ? ഇതാണ് കാരണം. അപ്പോൾ ശ്രദ്ധിക്കുക, ആ ഒരു പ്രൊവിഷൻ അറിയണം. ആ പ്രൊവിഷനിൽ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ ഭാഗം ശ്രദ്ധിച്ചോണം. ഇവിടെ എന്താണ്? കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിക്ക് മാത്രമാണ് ഇത് ആപ്ലിക്കബിൾ ആവുക. സോ ഓപ്ഷൻ ഡി അങ്ങനെയാണ് കിട്ടുന്നത്. റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി മാറ്റമൊന്നുമില്ല. MCQ 1 അതേ ആൻസർ, കാരണം ഹൗസ് പ്രോപ്പർട്ടി തന്നെയാണ്. കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി മാറ്റമുണ്ട്. അവിടെ ആക്ച്വൽ റെന്റ് ആണ് എടുക്കേണ്ടത്. ആക്ച്വൽ റെന്റ് അവിടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഒന്നും ഇല്ല. അതൊക്കെ ഹൗസ് പ്രോപ്പർട്ടിയില്ല. ഹൗസ് പ്രോപ്പർട്ടി ചാർജബിലിറ്റി ആകുമ്പോഴേ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഒക്കെ ഉള്ളൂ. PGBPയിൽ എന്ത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ? ആക്ച്വൽ റെന്റ് എത്രയാണോ കിട്ടിയത് അത് ഇൻകോ ആയിട്ട് കൺസിഡർ ചെയ്യും. സോ ആൻസർ ക്വസ്റ്റ്യൻ ഡി ആണ്. 11,55,000 ഫ്രം റെസിഡൻഷ്യൽ യൂണിറ്റ് അണ്ടർ ഹെഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. 11 lakh ഫ്രം കൊമേഴ്ഷ്യൽ യൂണിറ്റ് അണ്ടർ ഹെഡ് PGBP. നെക്സ്റ്റ് വൺ ക്വസ്റ്റ്യൻ നമ്പർ 3. ക്വസ്റ്റ്യൻ നമ്പർ 3ക്ക് ഒന്നുമില്ല, നമ്മൾ ആൾറെഡി പഠിച്ചു കഴിഞ്ഞു. ക്വസ്റ്റ്യൻ നമ്പർ വാട്ട് വുഡ് ബി ദ ടാക്സ് ട്രീറ്റ്മെന്റ് ഓഫ് വേക്കൻറ്റ് റെസിഡൻഷ്യൽ ആൻഡ് അല്ലേ? എന്താണ് ക്വസ്റ്റ്യൻ? വേക്കൻറ്റ് റെസിഡൻഷ്യൽ ആൻഡ് കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഹെൽഡ് ആസ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ 24-25. നമ്മൾ ആൾറെഡി പറഞ്ഞില്ലേടാ? നമ്മൾ ആൾറെഡി പറഞ്ഞു അല്ലേ? എന്താ നമ്മൾ പറഞ്ഞേ? ഇത് വിത്തിൻ 2 years ഓഫ് അല്ലേ സർട്ടിഫിക്കറ്റ് ഓഫ് കംപ്ലീഷൻ ആണ്, 0 ആയിരിക്കും. സോ ഓപ്ഷൻ എ അല്ലേ? ഓപ്ഷൻ എ. നോ ടാക്സ് ട്രീറ്റ്മെന്റ് വുഡ് ബി ദർ ആസ് ദ യൂണിറ്റ്സ് വെർ നോട്ട് ലെറ്റ് ഔട്ട് ആൻഡ് ഹെൽഡ് ആസ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആൻഡ് 2 years ഹാവ് നോട്ട് elapsed ഫ്രം ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ ഇൻ വിച്ച് സർട്ടിഫിക്കറ്റ് ഓഫ് കംപ്ലീഷൻ ഈസ് ഒബ്റ്റൈൻഡ്. കൂടുതലായിട്ടൊന്നും പറയേണ്ടത്, നമ്മൾ ആൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ ആ ഒരു കാര്യം ഓർത്തോളാ. അപ്പോൾ മൂന്നാമത്തത് ഈ പ്രൊവിഷൻ നമ്മൾ ആൾറെഡി പറഞ്ഞ് ഫസ്റ്റ് ഇതിൽ തന്നെ നമ്മൾ പറഞ്ഞു അല്ലേ? എന്താ വരാത്തെ? ഓക്കെ, എന്താണ്? Annual value of property held as stock in trade up to 2 years from the end of the financial year in which certificate of completion certificate is obtained. നില്ലായിരിക്കും. ഇവിടെ സർട്ടിഫിക്കറ്റ് ഓഫ് കംപ്ലീഷൻ 1/2/2023 ആണ്. 23, 24, 25 അതിന്റെ നില്ലായിരിക്കും നമ്മൾ പറഞ്ഞു. ദാറ്റ്സ് ഇസ് ദ ആൻസർ. സോ ഓപ്ഷൻ. അപ്പോൾ അടുത്ത ഏതാടാ? ക്വസ്റ്റ്യൻ നമ്പർ 4. ക്വസ്റ്റ്യൻ നമ്പർ 4 എന്താ റിക്വയർമെന്റ്? വിച്ച് ഓഫ് ദ ലൈഫ് ഇൻഷുറൻസ് പോളിസി വുഡ് ബി എക്സംപ്റ്റ് അറ്റ് ദ ടൈം ഓഫ് മെച്യൂരിറ്റി പ്രൊസീഡ്സ്? അല്ലേ, നമ്മൾ ഇതുവരെ ഫസ്റ്റ് 3 ക്വസ്റ്റ്യനും ഒറ്റ പാരഗ്രാഫിനെ ബേസ് ചെയ്തിട്ടാണ്, ഇത് മറ്റൊരു പാരഗ്രാഫിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലേ? ഏതൊക്കെ ഇൻഷുറൻസ് പോളിസീസ് മെച്യൂരിറ്റി ടൈമിൽ എക്സംപ്റ്റ് ആയിരിക്കും? ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് ഏതാ ക്വസ്റ്റ്യൻ? റിലേറ്റഡ് വിത്ത് സെക്ഷൻ ഓർത്തോണം അല്ലേ? സെക്ഷൻ ഓർക്കുന്നുണ്ടാ? ഏതാടാ സെക്ഷൻ? 1010D. സെക്ഷൻ 1010D. അപ്പോൾ 1010D നമ്മുടെ ടെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരുപാട് എക്സാമ്പിൾ, കുറച്ച് കോംപ്ലിക്കേറ്റഡാ. 1010D നോക്കുമ്പോൾ ഞാനും വിചാരിച്ചു എന്തിനാണ് ഈ സെക്ഷൻ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്, എന്തിനാണ് ഈ സെക്ഷൻ്റെ പുറത്ത് ഇൻകം ടാക്സ് ഇത്രയും പണിയെടുക്കുന്നത്? ഞാനും വിചാരിച്ചതാ, എന്തുകൊണ്ടാണ് ഇത്രയും പണിയെടുക്കേണ്ട ഒരു ആവശ്യം? അപ്പം ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സെക്ഷൻ 1010Dയുടെ ഉദ്ദേശം അല്ലേ. കുറച്ചും കൂടെ ബാക്കിലോട്ട് പോകും. നമ്മൾ പഠിച്ചത് എന്താ? 1412 വരെ അല്ലേ? 2003 വരെ ഇത് ഫുള്ളി എക്സംപ്റ്റ് ആയിരുന്നു.
LIC പ്രൊസീഡ്സിന് ഇത്തരം 10%, 15%, 5 lakhs എന്നുള്ള ലിമിറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഫുള്ളി എക്സംപ്റ്റ് ആയിരുന്നു. കാരണം ഈ സെക്ഷൻ കൊണ്ടുവരും. എന്താണ് ലൈഫ് ഇൻഷുറൻസ് പോളിസി? ഒരു സാധാരണക്കാരൻ തനിക്ക് എന്തെങ്കിലും പറ്റിയാൽ തൻ്റെ കുടുംബത്തിന് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടിക്കോട്ടെ, അവർക്കൊരു വലിയ എമൗണ്ട് കിട്ടിക്കോട്ടെ എന്നും വിചാരിച്ച് തുടങ്ങേണ്ട സാധനമാണ്. അതാണ് ലൈഫ് ഇൻഷുറൻസ് പോളിസി. സോ ഈ ലൈഫ് ഇൻഷുറൻസ് പോളിസിയിൽ ഒരു സാധാരണക്കാരൻ അതിൽ എൻകറേജ് ചെയ്യാൻ അതിനുവേണ്ടി അടക്കുന്ന പ്രീമിയത്തിന് ഒരു എക്സംഷൻ, ടാക്സ് എക്സംഷൻ കൊടുക്കുക. ഇതായിരുന്നു ഇൻകം ടാക്സിന്റെ ഗവൺമെന്റിന്റെ ഉദ്ദേശം. ആ ഉദ്ദേശത്തിൽ നിന്നുകൊണ്ടാണ് 2003 വരെ ഒരു കണ്ടീഷനും ഇല്ല, ഫുള്ളി എക്സംപ്റ്റാ. എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടായിരുന്നോ? ഇല്ല, ഒരു കണ്ടീഷനും ഇല്ല, ഫുള്ളി എക്സംപ്റ്റ് ആയിരുന്നു. ദെൻ 2003 മുതൽ 2012 വരെ പതുക്കെ ഈ ഒരു യഥാർത്ഥത്തിൽ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിനെ എൻകറേജ് ചെയ്യാൻ, ഇൻഷുറൻസ് പോളിസീസിനെ എൻകറേജ് ചെയ്യാൻ ഉപയോഗിച്ച ഒരു സംഭവം, ഇൻവെസ്റ്റ്മെന്റ് കമ്പനീസും ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസും അവരുടെ ടാക്സിനെ വെട്ടിക്കാനുള്ള ഒരു അതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്തപ്പോൾ ഇൻകം ടാക്സ് പതുക്കെ വീണ്ടും അതിൽ റെസ്ട്രിക്ഷൻ കൊണ്ടുവരാൻ തുടങ്ങി, കണ്ടീഷൻ കൊണ്ടുവരാൻ തുടങ്ങി. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇത് ടാക്സിൽ നിന്നും രക്ഷപ്പെടാൻ ഹൈ നെറ്റ്വർത്ത് പീപ്പിൾ അല്ലെങ്കിൽ ഹൈ ഇൻകം ഏർണിംഗ് പീപ്പിൾ ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ, ഈ ഒരു ലൂപ്പ് ഹോള് ഇൻവെസ്റ്റ്മെന്റ് കമ്പനീസും ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു? ഇൻകം ടാക്സിൽ അതിൽ ഇടപെട്ട് തുടങ്ങി. അപ്പോൾ ആ രീതിയിൽ മനസ്സിലാക്കിയാൽ നമുക്ക് വലിയ കുഴപ്പമില്ല. അപ്പോൾ എന്താണ് 1/4/2031 വരെ പറഞ്ഞു, 20% ഓഫ് സം അഷ്യൂർഡ് വരെ ആണെങ്കിലേ എക്സംഷൻ കിട്ടുള്ളൂ. അത്തരം പ്രീമിയം അടച്ചതിൻ്റെ മെച്യൂരിറ്റി പ്രൊസീഡ്സ് ഫുള്ളി എക്സംപ്റ്റ് ആണ്, അല്ലാത്തത് ടാക്സബിളാണ് എന്ന് പറഞ്ഞു. ദെൻ വീണ്ടും അതിൻ്റെ റെസ്ട്രിക്ഷൻ കൂട്ടി കൊണ്ടുവന്നു. 1/4/12 പറഞ്ഞു അത് 10% ആക്കി. 1/4/13 ഡിസബിലിറ്റി ഉള്ളവർക്ക് 15% ആക്കി. അതിങ്ങനെ ഞാനൊക്കെ അതിൽ പഠിച്ച ആളാണ്. ഇപ്പോൾ 2023 1/4/2023 ഒരു കണ്ടീഷനും കൂടെ കൊണ്ടുവന്നു. 5 ലക്ഷം വരെ പ്രീമിയം പാടുള്ളൂ ഒരു വർഷം. ഏതെങ്കിലും ഒരു വർഷം 5 ലക്ഷത്തിൽ എക്സീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനും എക്സംഷൻ കിട്ടൂല. ഇനി ഒന്നിൽ കൂടുതൽ പ്രീമിയം ഉണ്ടെങ്കിൽ ആ പ്രീമിയത്തിന്റെ എല്ലാം കൂടെ കൂട്ടുമ്പോൾ 5 ലക്ഷത്തിൽ എക്സീഡ് ചെയ്താൽ അതിനും കിട്ടൂല. അല്ലെങ്കിൽ അത് 5 ലക്ഷം വരാത്തതിന് മാത്രമേ കിട്ടുള്ളൂ. അത് ഏതൊക്കെ പോളിസിയാണ് എക്സംപ്റ്റഡ് ആക്കേണ്ടത് എന്നുള്ളത് ആർക്ക് തീരുമാനിക്കാം? SSCക്ക് തീരുമാനിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 10%, 15%, 5 lakhs ഈ 3 ലിമിറ്റും ഓർത്തോളണം. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ സെക്ഷൻ 1010D പുതിയ അമെൻമെന്റ് ശ്രദ്ധിച്ചോണം. ഓക്കെ, പുതിയ അമെൻമെന്റ് ആണ്, ശ്രദ്ധിച്ചോണം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് വന്നാലോ? എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്? വിച്ച് ഓഫ് ദ ലൈഫ് ഇൻഷുറൻസ് പോളിസി വുഡ് ബി എക്സംപ്റ്റ്? ഏതൊക്കെയാ ലൈഫ് ഇൻഷുറൻസ് പോളിസി ഉള്ള? ഏതൊക്കെയാ? ഇതാണ് പാരഗ്രാഫ് അല്ലേ? ഇത്രയല്ലേ ഉള്ളൂ? കറക്റ്റ് അല്ലേടാ? യെസ്, ഈ ഒരു ഭാഗമാണ് നമ്മൾ നോക്കേണ്ടത്. He has taken 4 life insurance policies. The details of such policies are given here under. ഫസ്റ്റ് പോളിസി എ. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താ? ഇവിടെ ഡിസബിലിറ്റിയെ പറ്റി വല്ലതും ഈ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടുത്തെ ലിമിറ്റ് ഫസ്റ്റ് നോക്കേണ്ടത് 10%. 10% സം അഷ്യൂർഡിനേക്കാളും കൂടുതൽ ഉണ്ടെങ്കിൽ, പ്രീമിയം ഉണ്ടെങ്കിൽ ആ പോളിസി എന്തായാലും എക്സംപ്റ്റ് ആവൂല, ടാക്സബിളാ. അപ്പോൾ എയുടെ കേസിൽ നോക്കൂ, ഇഷ്യൂ ചെയ്ത് 1/4/21. അപ്പോൾ ഇവിടെ 5 ലക്ഷത്തിന്റെ ലിമിറ്റ് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, നോക്കേണ്ട ആവശ്യമില്ല. ആനുവൽ പ്രീമിയം 4 lakh, സം അഷ്യൂർഡ് എത്രയാണ്? 35 lakhs. 35 lakhs 10% 3,50,000, അതിൽ കൂടി 4 lakh. അപ്പോൾ ഇവിടെ എക്സംഷൻ കിട്ടുമോ? ഇല്ല. പോളിസി എക്ക് എക്സംഷൻ ഇല്ല. ഇനി പോളിസി ബി 1/4/23. അപ്പോൾ ആദ്യം 23 ആണെങ്കിലും നോക്കേണ്ടത് ഫസ്റ്റ് 10%ന്റെ ലിമിറ്റാ. 10% ഇവിടെ എത്രയാ? സം അഷ്യൂർഡ് 14 lakhs. അപ്പോൾ 10% പറഞ്ഞാൽ 1,40,000 വരാൻ പറ്റുള്ളൂ. ഇവിടെ 1,50,000 ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ ബി, പോളിസി ബിയും എക്സംഷൻ കിട്ടുമോ? ഇല്ല, പോളിസി ബിക്കും എക്സംഷൻ കിട്ടൂല. ഇനി പോളിസി സി 10% എത്രയാടാ? 22 lakhs 10%. സം അഷ്യൂർഡ് 22 lakhs അല്ലേ? 22 lakhs. 22 lakhs സം അഷ്യൂർഡിന്റെ 10%, 2,20,000. പക്ഷെ ഇവിടെ എത്രയേ ഉള്ളൂ? 2 lakh ഉള്ളൂ. 10% കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ എക്സംഷൻ കിട്ടുമോ? ഇപ്പൊ കിട്ടും. ഇനി 5 ലക്ഷം കൂടെ നോക്കണം അല്ലേ? അപ്പൊ സിക്ക് എന്തായാലും കിട്ടും. സിക്ക് ഒറ്റയ്ക്ക് നോക്കുവാണെങ്കിൽ സിക്ക് എന്തായാലും കിട്ടും. ഡിക്കും കൂടെ കിട്ടുമോ നോക്കണം നമുക്കിനി. ഡിയും 3,10,000 വരും അല്ലേ? 10%. അപ്പൊ സിക്കും കിട്ടും. ഇനി രണ്ടും കൂടെ കൂട്ടുമ്പോൾ 5 ലക്ഷത്തിൽ കൂടിയാൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ ഒഴിവാക്കേണ്ടിയിരുന്നേനെ. പക്ഷെ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്രയേ വരുന്നുള്ളൂ? 5 lakhs വരുന്നുള്ളൂ. 5 lakhsൽ എക്സീഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. 5 lakhsൽ എക്സീഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. 5 lakhs വന്നു, 5 lakhsൽ എക്സീഡ് ചെയ്തിട്ടുണ്ടോടാ? ഇല്ല. അപ്പോൾ സിക്കും കിട്ടും, ഡിക്കും കിട്ടും. അത്രയേ ഉള്ളൂ ആൻസർ. സിക്കും കിട്ടും, ഡിക്കും കിട്ടും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞത്? എവിടെ ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യനിൽ പറഞ്ഞത് എന്താണ്? LIC C ആൻഡ് D. LIC C ആൻഡ് ഓപ്ഷൻ 4 C. LIC C ആൻഡ് D. അത്രയേ ഉള്ളൂ അത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5 അല്ലേ? അതുകൂടിയല്ലേ ഉള്ളൂ MCQ. അത്രയേ ഉള്ളൂ. The question requirement: what would be the income taxable in the hands of Mr. Manish from the firm Zoco and Associates
ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 2025-26 അല്ലേ. അപ്പോൾ നമ്മുടെ എല്ലാ പാരഗ്രാഫും കവർ ചെയ്തു എന്ന് തോന്നുന്നു. ഫസ്റ്റ് പാരഗ്രാഫാണ് ആദ്യത്തെ 3 ക്വസ്റ്റ്യനും. അടുത്ത പാരഗ്രാഫ് ആണ് ഇനി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇതിൻ്റെ മുന്നത്തെ പാരഗ്രാഫ് ആയിരുന്നു എന്ത് നമ്മൾ 4th ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് പരിഗണിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, മിസ്റ്റർ മനീഷ് ഈസ് ആൾസോ എൻഗേജ്ഡ് വിത്ത് ദ ഫേം സോക്കോ ആൻഡ് അസോസിയേറ്റ്സ് അല്ലേ. എന്ത് പാർട്ട്ണറാ? സ്ലീപ്പിംഗ് പാർട്ട്ണറാണ്. 3 പാർട്ട്നേഴ്സ് ഉണ്ട്. ക്യാപിറ്റൽ ഓഫ് ദ ഫേം എത്രയാണ്? 10 lakhs ആണ്. 10 lakhs ഈച്ച് ആണ് എല്ലാവർക്കും. പാർട്ട്ണർ 15% റിസീവ് ചെയ്യുന്നുണ്ട്. പാർട്ട്ണർ 15% ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്നുണ്ട് അല്ലേ. ആൻഡ് റെമ്യൂണറേഷൻ 30,000 പെർ മന്തും ഉണ്ട്. ഇൻട്രസ്റ്റ് ആൻഡ് റെമ്യൂണറേഷൻ ആർ ഓതറൈസ്ഡ് ബൈ ദ പാർട്ണർഷിപ്പ് ഡീഡും ആണ്. ബുക്ക് പ്രോഫിറ്റും തന്നിട്ടുണ്ട്. കുറേ ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ എന്തേ ആവശ്യമുള്ളൂ? ഒന്നും ആവശ്യമില്ല. എന്താ പറയുന്നേ? ആദ്യം നിങ്ങൾ ആലോചിക്കേണ്ട എത്രയാണോ ഫേമിൽ അലോ ചെയ്തത് അതാണ് ഇവിടെ ടാക്സ് ചെയ്യുക. ഫേമിൽ എക്സ്പെൻസ് ആയിട്ട് എത്ര അലോ ചെയ്തോ അത് മാത്രമേ പാർട്ട്ണറെ ടാക്സ് ചെയ്യുള്ളൂ. എത്രയാണോ ഫേമിന് റെമ്യൂണറേഷൻ അലോ ചെയ്യുന്നത്, എത്രയാണോ ഫേമിന് ഇൻട്രസ്റ്റ് അലോ ചെയ്യുന്നത് അത് മാത്രമേ ടാക്സ് ചെയ്യുള്ളൂ. കാരണം എന്താ, അലോ ചെയ്യാത്തതിന് ആൾറെഡി ഫേം ടാക്സ് കൊടുത്തു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പാർട്ണർഷിപ്പിൽ മൊത്തം റെമ്യൂണറേഷൻ കൊടുത്തത് 10 ലക്ഷമാണെന്ന് വിചാരിക്കുക. ഇതിൽ 6 ലക്ഷം ഒരാൾക്കാണെന്ന് വിചാരിക്കുക, അലോവബിൾ ആണ് എന്ന് വിചാരിക്കുക, ഒരാളേ ഉള്ളൂ എന്ന് വിചാരിക്കുക. 6 ലക്ഷമേ ഇൻകം ടാക്സ് അലോ ചെയ്തുള്ളൂ. എന്താ അതിൻ്റെ മീനിങ്? ബാക്കി 4 ലക്ഷത്തിൻ്റെ ടാക്സ് ഫേം കൊടുത്തു. ഈ 6 ലക്ഷം മാത്രമേ പാർട്ട്ണറുടെ കയ്യിൽ ടാക്സ് ചെയ്യുള്ളൂ. ഇനി ഒരാൾക്ക് ഇൻട്രസ്റ്റ് കൊടുത്തു ഫേം, ഒരു പാർട്ട്ണർക്ക് ഇൻട്രസ്റ്റ് കൊടുത്തു, 2 lakhs കൊടുത്തത്. പക്ഷേ 1.5 lakhs എന്ത് ചെയ്തുള്ളൂ? ഇൻകം ടാക്സിൽ ഫേമിൻ്റെ ഇതിൽ എക്സ്പെൻസ് ആയിട്ട് അലോ ചെയ്തുള്ളൂ. ബാക്കി 50,000 ഫേമിൻ്റെ കയ്യിൽ നിന്ന് ടാക്സ് വാങ്ങിച്ചു എന്നല്ലേ അർത്ഥം. അപ്പോൾ ഇനി 2 ലക്ഷം കിട്ടി, ഞാനാണ് പാർട്ട്ണർ, എനിക്ക് 2 ലക്ഷം കിട്ടി, ഞാൻ 2 ലക്ഷത്തിന് ടാക്സ് കൊടുക്കണോ? വേണ്ടടേ. 50,000 ഫേം കൊടുത്തു, ബാക്കി 1.5 ലക്ഷത്തിന് അവിടെ എനിക്ക് എക്സ്പെൻസ് എത്രയാണോ അവിടെ അലോ ചെയ്ത് അതിന് മാത്രമാണ് ഞാൻ ടാക്സ് കൊടുക്കേണ്ടത്. ഇതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട പ്രൊവിഷൻ. ഇനി വരൂ, എന്താണ് സോക്കോ ആൻഡ് അസോസിയേറ്റ്സിൽ ഇയാൾക്ക് എന്ത് കിട്ടുന്നുണ്ട്? സാലറി കിട്ടുന്നുണ്ട്. എല്ലാവർക്കും സാലറി കൊടുക്കാൻ പാർട്ണർഷിപ്പ് ഡീഡൊക്കെ പറയുന്നുണ്ട് അല്ലേ. നമ്മളിവിടെ ഇൻകം ടാക്സിൻ്റെ നിയമമല്ലേ നോക്കണ്ടേ. ഇപ്പോൾ ഇയാൾക്ക് സാലറി കിട്ടുന്നുണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും കിട്ടുന്നുണ്ട്. കറക്റ്റ് അല്ലേ? സാലറിയും കിട്ടുന്നുണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും കിട്ടുന്നുണ്ട്. ഡൗട്ടൊന്നുമില്ലല്ലോ. സാലറി ഇയാൾ സ്ലീപ്പിംഗ് പാർട്ട്ണറാ. ഇൻകം ടാക്സിൻ്റെ നിയമപ്രകാരം ആർക്കേ കൊടുക്കാൻ പറ്റുള്ളൂ? വർക്കിംഗ് പാർട്ട്ണർ കൊടുക്കുള്ളൂ. അപ്പോൾ ഫേമിന് അത് ഡിസലോ ചെയ്യും. അപ്പോൾ ഇയാൾക്ക് കിട്ടുന്ന സാലറി വീണ്ടും ഇയാൾ ടാക്സ് കൊടുക്കണോടേ? വേണ്ട, ഒഴിവായി. ഇനി എന്താ? റെമ്യൂണറേഷൻ. എത്രയാ റെമ്യൂണറേഷൻ? ഇവർക്ക് 15% റെമ്യൂണറേഷൻ കൊടുക്കുന്നു. നിങ്ങൾക്കറിയാം എത്രയാടേ ഇൻകം ടാക്സിൽ അലോ ചെയ്യുന്നത്? 12%. എത്ര അലോ ചെയ്യുള്ളൂ? 12%. എത്ര അലോ ചെയ്യുള്ളൂ? 12% അലോ ചെയ്യുള്ളൂ. 15 അലോ ചെയ്യോ? ഇല്ല, 15 അലോ ചെയ്യൂല. ഇയാൾക്ക് 15 കിട്ടി, അപ്പോൾ 15നും ഇയാൾ ടാക്സ് കൊടുക്കണോ? വേണ്ട. 3% ആര് ടാക്സ് കൊടുത്തു കഴിഞ്ഞു? അവിടെ എക്സ്പെൻസ് ഡിസലോ ചെയ്ത് കഴിഞ്ഞു, ഫേം കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇയാൾക്ക് ഇനി അവിടെ അലോ ചെയ്തതിന് മാത്രം ടാക്സ് കൊടുത്താൽ മതി. അത് 12%. എത്ര അയാളുടെ ക്യാപിറ്റൽ പറഞ്ഞേ? 10 ലക്ഷം അല്ലേ. 10 lakhs into 12% എത്രയാ? 1,20,000. അപ്പോൾ ഇയാൾ എന്തിനു കൊടുത്താൽ മതി? 1,20,000. അങ്ങനെ ഓപ്ഷൻ ഇല്ലേ? ഓപ്ഷൻ ഉണ്ടാവണമല്ലോ. 1,20,000 ഓപ്ഷൻ ബി. കിട്ടിയോ? വളരെ ഈസിയാണ് പ്രൊവിഷൻ അറിയുവാണെങ്കിൽ. ആദ്യത്തെ ക്വസ്റ്റ്യൻ മാത്രമാണ് നമുക്ക് കുറച്ച് ടൈം പോകുന്നത്, ബാക്കിയെല്ലാം അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. 4ാമത്തെ ക്വസ്റ്റ്യൻ 1020 ആണ്. പക്ഷേ 1020യും വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. നമ്മുടെ ടെക്സ്റ്റിലുള്ള എക്സാമ്പിൾസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് RTPയിലുള്ളത്. ദെൻ ഫൈനലി എപ്പോഴും ടെസ്റ്റ് ചെയ്യുന്നൊരു ഏരിയ ആണ് പാർട്ട്ണറും 40B സെക്ഷൻസ്. എപ്പോഴും ടെസ്റ്റ് ചെയ്യുന്നൊരു ഏരിയ ആണ്. ഇവിടെയും നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ഈ 2 മാർക്കാണെന്നുണ്ടെങ്കിൽ എന്താ വാങ്ങാം അല്ലേ. കാരണം ശ്രദ്ധിക്കണം, ഓൺലി എന്താണോ ഫേമിൽ അലോ ചെയ്തത് മാത്രമേ ഇവിടെ ടാക്സ് ചെയ്യുള്ളൂ. സോ ഓപ്ഷൻ ബി. ക്ലിയർ ആണോ? ഇത്രയാണ്. സോ നോക്കിയതിന് ശേഷമായിരിക്കുമല്ലേ നിങ്ങളിവിടെ എത്തുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും September 25 എക്സാം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നല്ല മാർക്സ് വാങ്ങുക. ഓൾ ദി ബെസ്റ്റ്.